വിവാഹബന്ധത്തിലൂടെ പുറംപ്രദേശങ്ങളിൽ നിന്ന് വന്ന ചിലർ മുഖേന ചൊക്ലിയിലെ മുസ്ലിങ്ങൾക്കിടയിൽ പുത്തനാശയങ്ങൾ പ്രചരിപ്പിച്ചു. സുന്നി പ്രവർത്തനം സംഘടിതമല്ലാത്തതിനാൽ അതിനെതിരെ പ്രതിരോധങ്ങളൊന്നും ഉണ്ടായില്ല. അതിനാൽ സുന്നി ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രലോഭനങ്ങളിലൂടെ അവർ പലരെയും വശീകരിച്ചു. സുന്നി ആശയപ്രകാരം ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചു പോരുന്ന പള്ളികൾ കൈവശപ്പെടുത്താനും അവർ ശ്രമിക്കാതിരുന്നില്ല. ഒടുവിൽ ചൊക്ലിയിലെ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ പോലും മൗദൂദിസം പ്രചരിപ്പിക്കാൻ അവർ പരിപാടിയിട്ടു. 1983 തുടക്കത്തിൽ ഒരു ദിവസം സുന്നി വിശ്വാസാചാരങ്ങൾ അനുസരിച്ച് നടന്നു പോരുന്ന വയലിൽ പള്ളി മദ്രസയിൽ വനിതകൾക്കായി ഒരു ക്ലാസ് സംഘടിപ്പിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. ഒരു വനിതയെ അതിനായി അവർ ശക്തം കിട്ടി. വിവരമറിഞ്ഞ 3-4 ചെറുപ്പക്കാർ രംഗത്ത് വന്നു. ഒതയോത്ത് ഖാലിദ് എന്ന പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ചൊക്ലിയിലെ മൗദൂദികളോടായി ഖാലിദ് പ്രഖ്യാപിച്ചു, വഹാബി പെണ്ണിനെ കൊണ്ടുവന്ന് സുന്നി മദ്രസയിൽ വനിതാ പ്രസ്ഥാനം നടത്തുന്ന പക്ഷം ഞങ്ങൾ തടയുക തന്നെ ചെയ്യും. ഖാലിദിന്റെ പ്രഖ്യാപനം കേട്ട് മൗദൂദികൾ നടുങ്ങി. നാട്ടുകാർക്കിടയിൽ സുസമ്മതനായ ഖാലിദ് അങ്ങനെ പ്രഖ്യാപിച്ചാൽ അതിന് തീർച്ചയായും പൊതുജന പിന്തുണ കിട്ടും. പൊല്ലാപ്പിന് പോകാതിരിക്കുകയാണ് നല്ലത്. ക്ലാസ് എടുക്കാൻ വന്നയാൾ വന്ന വഴി തിരിച്ചുപോയി. അന്നു തൊട്ട് ഖാലിദ് ഒരു സമരത്തിന് തുടക്കമിടുകയായിരുന്നു. ചൊക്ലിയെ തനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ധർമ്മസമരം. ആ സമരത്തിൽ ഖാലിദ് വിജയിച്ചിരിക്കുന്നു. കേവലം ഒരു വിവാഹബന്ധം നിമിത്തം ചൊക്ലിയിൽ തഴച്ചു വളർന്ന മൗദൂദിസം ഖാലിദിന്റെ ധർമ്മ പോരാട്ടത്തിലൂടെ തകർന്നടിഞ്ഞു. ഇന്ന് ചൊക്ലിയിലെങ്ങും സുന്നി തരംഗം അലയടിക്കുന്നു. നൊമ്പരത്തോടെ പിതാവ്: എനിക്ക് രണ്ടാമത് കുഞ്ഞു പിറന്നപ്പോൾ അവന് ഉമ്മാമ പേര് വിളിച്ചു, ഖാലിദ്. പലരും ചോദിച്ചു, ഖാലിദോ? അതൊരു പഴയ പേരല്ലേ? ഉമ്മാമയുടെ മറുപടി, ഓൻ ഖാലിദൊന്നൊരായിത്തീരും. കവിയൂർ സാബിറ മൻസിലിൻ്റെ പൂമുഖത്ത് ചാരുക്കസേരയിലിരുന്ന് നിറകണ്ണുകളോടെയാണെങ്കിലും 65കാരനായ ഒതയോത്ത് അബൂട്ടി സംസാരിക്കുന്നു മകൻ ഖാലിദിനെ കുറിച്ച്. അല്ലാഹു എൻ്റെ മോനെ പെട്ടെന്ന് വിളിച്ചു. അവൻ്റെ വിധി അതായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, 28 വർഷം കൊണ്ട് 120 വയസ്സിൻ്റെ ജീവിതം നയിച്ചിട്ടുണ്ട് എൻ്റെ മോൻ. ചെറുപ്പത്തിലെ എന്തിനും തൃപ്തിയാണ്. അല്പമേ അവൻ നടക്കും, പിന്നീട് അങ്ങോട്ടൊരോട്ടമാണ്. അപ്രകാരം തന്നെ പരലോകത്തേക്കും അവൻ ഓടി. പണ്ട് 10-20 വർഷങ്ങൾക്ക് മുമ്പ് വയലിൽ പള്ളി മദ്രസയിൽ അധ്യാപകനായിരുന്നു മൊയ്തു ഉസ്താദ്. അദ്ദേഹമാണ് ഖാലിദിനെ മതചിട്ടയിൽ വളർത്തിക്കൊണ്ടുവന്നത്. ഖാലിദിനെയും മറ്റു കുട്ടികളെയും കൂട്ടി അദ്ദേഹം ചൊക്ലിയിൽ SSF രൂപീകരിച്ചു. അതവൻ്റെ വളർച്ചയിൽ മുതൽക്കൂട്ടായി. എൻ്റെ മോനോട് ദേഷ്യത്തോടെ സംസാരിക്കാൻ കഴിയില്ല. അവൻ്റെ ആ പുഞ്ചിരിയിൽ കോപമെല്ലാം പമ്പ കടക്കും. വീട്ടുകാരോട് വളരെ ബഹുമാനമാണ്. മതകാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഖാലിദിൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ദുബായിലായിരുന്നു. അക്കാരണത്താൽ അവൻ്റെ കാര്യങ്ങളൊക്കെ കത്തുകളിലൂടെയാണ് അറിഞ്ഞിരുന്നത്. വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവന് നേരമുണ്ടാകാറില്ല. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പരിഭവമില്ലായിരുന്നു. അവൻ നല്ലതിനേ പോവുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. നിർഭയനായി ഏത് സമയത്തും അവൻ കടന്നു വരും. ടോർച്ച് പോലും ഇല്ലാതെ പാതിരാക്ക് നടന്നു വരുമ്പോൾ ഞങ്ങൾ ഉപദേശിക്കും. പക്ഷേ അവൻ്റെ മറുപടി പടച്ചോൻ കാക്കും എന്നായിരുന്നു. ഇന്നോളം അവന് യാതൊരു ഉപദ്രവവും ഏറ്റിട്ടില്ല. ഒരിക്കലെങ്കിലും രോഗം വന്നതായി ഓർക്കുന്നില്ല. തെറ്റുകൾ കണ്ടാൽ ആരെയും ഉപദേശിക്കും. വീട്ടുകാരും കുടുംബക്കാരും അയൽക്കാരും അന്യരും എല്ലാം അക്കാര്യത്തിൽ ഒരുപോലെയാണ്. മോനെപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ അസ്വസ്ഥനാണ്. ആ വേർപാടിൻ്റെ വേദന എനിക്ക് താങ്ങാനാവുന്നതിനപ്പുറമാണ്. പടച്ചവൻ അവനോടും നമ്മളോടും പൊറുക്കട്ടെ. ഖാലിദിൻ്റെ കുടുംബം.
ഖാലിദിൻ്റെ പിതാവ് ഒതയോത്ത് അബുട്ടി 1952 പയ്യൻ്റെ അടമീത്തയിൽ സൈനബയെ വിവാഹം ചെയ്തത്. അതിനു മുമ്പ് ഏറെക്കാലം സിയോണിലായിരുന്നു അദ്ദേഹം. വിവാഹത്തിന് ശേഷം ജോലി തേടി ദുബായിൽ പോയി. പിന്നീട് കുറേ കാലം അബുദാബിയിലായിരുന്നു. 1987 വിദേശത്ത് ജോലി മതിയാക്കിയത്. പിന്നെ ബാംഗ്ലൂരിൽ ബിസിനസ്, ഇപ്പോൾ നാട്ടിൽ സ്ഥിരതാമസം. അബുട്ടിയുടെയും സൈനബയുടെയും ദാമ്പത്യത്തിൽ 3 മക്കൾ പിറന്നു: സാബിറ, ഖാലിദ്, സമീർ. സാബിറ വിവാഹിതയാണ്. ബഹ്റൈനിൽ ജോലിയുള്ള PP ഇസ്മായിലാണ് ഭർത്താവ്. അവർക്ക് 5 മക്കൾ, 2 ആണും 3 പെണ്ണും: ഷബീർ, ഷിഹാബുദ്ദീൻ, ഷബീന, ഷമീറ, ഷെർമീഷിർ. 1994 ജനുവരി 24 തിങ്കളാഴ്ച ചൊക്ലിയുടെ സമീപ പ്രദേശമായ മോന്താലിൽ തൻവീർ ഹൗസിലെ TK ഉസ്മാന്റെ മകൾ നസീറയെ ഖാലിദ് വിവാഹം കഴിച്ചു. 2.5 മാസം കഴിഞ്ഞ് ഏപ്രിൽ 17 സലാലയിലേക്ക് തിരിച്ച ഖാലിദിന് സന്താനങ്ങളില്ല. ഖാലിദിൻ്റെ സഹോദരൻ സമീർ ബാംഗ്ലൂരിലാണ്. സ്വന്തമായി വ്യാപാരം നടത്തുന്ന സമീർ വിവാഹിതനാണ്.